നന്ദചേട്ടാ, ഡിസംബർ 2 ഏതാണ്ട് ആ മാസം ഡിസംബർ 2, 3 തീയതിയാണെന്ന് തോന്നുന്നു. അല്ലു അർജുനെതിരെ ഭയങ്കര വിവാദപരമായ കുറേ കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്തായെന്ന് വെച്ചാൽ അല്ലു അർജുൻ സിനിമാ തിയേറ്ററിലെത്തി. അവിടെ ആളുകൾ ഓടിക്കൂടുന്നതിനിടയ്ക്ക് ഒരു യുവതി മരിച്ചു. അതിനെതിരെയായിട്ട് അല്ലു അർജുനെതിരെ കേസെടുത്തിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു അല്ലു അർജുൻ അല്ലെങ്കിൽ ഒരു ആക്ടർ, അയാളും ആക്ട് ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, കുടുംബങ്ങളെയും കുട്ടികളെയും നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉള്ള ഒരാൾക്ക് സ്വതന്ത്രമായിട്ടൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അയാൾ ശരിക്കും കഠിന തടവിലാണ്. ബാക്കിയുള്ള ആളുകളെ പോലെ സന്തോഷിക്കാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങിയ ആളുകളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലു അർജുൻ്റെ കാര്യം വേറൊരു കാര്യത്തിൽ വിവാദമല്ല, വൈറലായിരുന്ന ഒരു കാര്യമാണ്. ബാറിൽ ഇയാൾ മദ്യം മേടിക്കാൻ പോയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അല്ലു അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ബാറിൽ പോയതും മദ്യം മേടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കും സ്വതന്ത്രമായി പറക്കാൻ അവകാശമുണ്ട്, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ അവകാശമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ തിയേറ്ററിൽ പോയി ഈ യുവതി മരിച്ചത് എന്തുകൊണ്ട് അല്ലു അർജുനെതിരെ മാത്രം കേസെടുത്തു? അല്ലെങ്കിൽ ഈ അവിടുത്തെ CCTV വിഷ്വൽസ് അന്വേഷിച്ചാൽ അല്ലെങ്കിൽ പരിശോധിച്ചാൽ അവിടെ ആ യുവതി മരിക്കാൻ കാരണം ആരൊക്കെ എന്തൊക്കെ ചെയ്തു, ആൾക്കൂട്ടങ്ങൾ കൂടുന്നതിൽ ആ ആളുകൾ, അവിടെ കാണാൻ എത്തിയ ആളുകളുണ്ടല്ലോ, അവരാണ്. അല്ലു അർജുൻ നേരിട്ടിട്ടല്ലല്ലോ യുവതിയെ കൊന്നതും അങ്ങനെ ഒരു മരണം സംഭവിച്ചതും. ആളുകൾ ഓടിക്കൂടുന്നതിനിടയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു ദുരിതത്തിൽ ആണ് സ്ത്രീ മരിച്ചത്. അല്ലു അർജുൻ അതിന് യാതൊരു തര ബന്ധമില്ല എന്നല്ല, ആളുകളെ നമുക്ക് അല്ലു അർജുൻ വിചാരിച്ചാൽ തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. ആളും സാധാരണ ഒരു മനുഷ്യനാണ്. ഈ ആളുകൾ എല്ലാവരും കൂടി ഓടിക്കൂടുന്നതിനിടയ്ക്കാണ് ഈ സ്ത്രീ മരിച്ചത്. അപ്പൊ എന്തുകൊണ്ട് ഈ അല്ലു അർജുനെതിരെ മാത്രം കേസെടുത്തു? രശ്മിക മന്ദാന വന്നായിരുന്നു. അവിടെ ഓടിക്കൂടിയ ആളുകളെ തടയാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് സ്പെഷ്യൽ ഫോഴ്സ് വരെ ഉണ്ടായിരുന്നു. അവര് പോലും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം, ഈ ആക്ടറിനെ മാത്രം എന്തുകൊണ്ട് യുവതിയുടെ കേസിൽ പെടുത്തി? അവിടെ ആൾക്കാരുണ്ടായിക്കോട്ടെ, വിഷ്വൽസ് പരിശോധിക്കാം. പോലീസ് എന്തുകൊണ്ട് ഈ ആക്ടറിനെ മാത്രം സൂക്ഷിച്ച് വെച്ച് ആ ആളെ മാത്രം അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് എനിക്ക് തോന്നിയത്. അതിനെക്കുറിച്ച് നന്ദൻ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അല്ലു അർജുന്റെ ഫാനാണോ? അതെ, അല്ലു അർജുന്റെ ഫാനാണ്. പക്ഷെ അയാളൊരു നല്ല മനുഷ്യനാണ് ചേട്ടാ. അയാള് ഇപ്പോ പറയുന്നുണ്ട്, ആ യുവതിയുടെ ഈ അല്ലു അർജുൻ ഡയറക്റ്റ് ആ സ്ത്രീ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ആരാധകര് അയാളെ കാണാനുള്ള വിഭ്രാന്തിയിൽ ചെയ്തു പോയെന്നല്ല, അവർക്ക് പറ്റിയൊരു അബദ്ധമൊന്നും കൂടി പറയാൻ പറ്റത്തില്ല. കാരണം അയാളെ കാണാനുള്ള ആ വെപ്രാളത്തിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതായിരിക്കാം. അത് ആരുടെയും കുറ്റമല്ല. ഈ സ്ത്രീയും ഇപ്പൊ അല്ലു അർജുനെ കാണാൻ വേണ്ടി ഓടിപ്പോയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു അബദ്ധത്തിൽ സംഭവിച്ചതായിക്കൂടെ? എന്തുകൊണ്ട് അല്ലു അർജുനെതിരെ മാത്രം കേസെടുത്തു, അല്ലെങ്കിൽ അല്ലു അർജുനെതിരെ മാത്രം ഓരോ കുറ്റങ്ങൾ ചുമത്തുന്നു? അതാണ് അത് ഫാൻ ആയതുകൊണ്ട് പിന്നെ രഹലയ്ക്ക് തോന്നുന്നതാണ്. എന്താണ് ഈ ഫാൻ എന്ന് പറഞ്ഞാൽ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫാനായത്? ഞാൻ ആദ്യം രഹല ചോദിച്ചതിന്റെ ചോദ്യങ്ങൾക്കെല്ലാം അത്യാവശ്യം മറുപടി പറയാൻ നമ്മളെ കയ്യിലുണ്ട്. എന്റെ ചോദ്യം മാത്രമല്ല, അത് ഞാൻ ചോദിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഈ ഫാൻ ആവാൻ കാരണം? എന്തുകൊണ്ടാണ് അല്ലു അർജുനോട് ഇത്രയും വലിയൊരു ഫാൻ തോന്നാൻ കാരണം? ഒന്നാമത് ഇപ്പൊ എല്ലായിടത്തും അല്ലു അർജുൻ എന്ന് പറഞ്ഞ മലയാളികളുടെ ഒരു പ്രത്യേക താരം തന്നെയാണ്. മലയാളികളുടെ മാത്രമല്ല, എല്ലാവരുടെ അല്ല, മലയാളികൾക്ക് ഒരു പ്രത്യേക താരമാണ് അല്ലു അർജുൻ എന്ന് പറയുന്നത്. മലയാളികൾക്കിടയിൽ ഇറങ്ങി ചോദിച്ചാൽ അറിയാം അല്ലു അർജുൻ ആരാണെന്ന്. അദ്ദേഹത്തിന്റെ സിനിമകളാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ക്യാരക്ടർ ആയിരിക്കാം. ഇപ്പോ ഞാൻ സൂര്യനെ പറയുന്നത് കൊണ്ട് വിചാരിക്കരുത്. സൂര്യ എന്ന ആക്ടർ നടനാണ്, അഭിനയിക്കുന്നുണ്ട്. പക്ഷെ അയാളുടെ ഒരു ക്യാരക്ടർ, അത് മലയാളി പ്രേക്ഷകർ അല്ലെങ്കിൽ പ്രേക്ഷകര് അയാളൊരു നടനെ അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടർ, അതുകൊണ്ടാണ് അയാളുടെ ഫാൻ ആവുന്നത്. ഞാനും അല്ലു അർജുന്റെ ഫാൻ ആവാനുള്ള കാരണം അയാളുടെ ക്യാരക്ടറും പാതി അയാളുടെ അഭിനയവുമാണ്. ആയിക്കോട്ടെ, ശരി. ഇനി ഞാൻ അത്യാവശ്യം പറയാം. എന്തായാലും ഞാൻ ആരുടെ ഫാനല്ല. ഞാൻ ഒരിക്കലും ഫാൻ ആവുകയുമില്ല. കാരണം ഈ അല്ലു അർജുൻ എന്ന് പറയുന്നതും ഇയാൾ പറഞ്ഞ സൂര്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളത്തിലെ മമ്മൂട്ടി ആയിരുന്നാലും മോഹൻലാൽ ആയിരുന്നാലും, അവരെല്ലാം ആക്ടറാണ്, ഒരു മികച്ച ആക്ടർമാരാണ്.
ആക്ടർമാരാണ്, ഗംഭീര ആക്ടർമാരാണ്. അവർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം വളരെ ഗംഭീരമായി അവതരിപ്പിക്കുന്നുണ്ട്. ഒക്കെ ഞാൻ അതെല്ലാം സമ്മതിക്കാം. പക്ഷെ അതുകൊണ്ട് അവരോട് ഫാൻ ആവണമെന്ന് താല്പര്യമൊന്നുമില്ല. അത് നമ്മുടെ രണ്ടുപേരുടെയും പേഴ്സണൽ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ രഹലയ്ക്ക് പിന്നെ ഫാൻ ആകാം, കാരണം അതിന്റെ ഫാനായിട്ട് നടക്കാം. എനിക്കത് ഫാൻ ആവാൻ താല്പര്യമില്ല ഞാൻ പറയും. അതിനകത്ത് എനിക്ക് എൻ്റെതായ ചില കാര്യങ്ങളുണ്ട്. എനിക്ക് സിനിമ ഭംഗിയായിട്ട് അത്യാവശ്യം സിനിമയെക്കുറിച്ച് അറിയാന്നുള്ള ആളായതുകൊണ്ടും ഒറ്റ കാര്യം മാത്രം പറയാം. ഈ അല്ലു അർജുൻ എന്ന് പറയുന്ന ആയിരുന്നാലും ശരി, ഏത് കഥാപാത്രം, ഏതൊരു സ്റ്റാർ ആയിരുന്നാലും ശരി, നിങ്ങൾക്ക് ആ സ്റ്റാർ ഉണ്ടാകുന്നത് അയാൾ അഭിനയിച്ചത് കൊണ്ട് മാത്രമല്ല അയാൾ സ്റ്റാർ ആവുന്നത്. അയാളിപ്പം ഒരു 50 പേരെ അല്ലെങ്കിൽ 100 പേരെ ഒരുമിച്ച് ഇടിച്ചിടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് അയാളുടെ കഴിവാണെന്നാണ്. അയാളുടെ കഴിവല്ല എന്നുള്ളത് നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും അറിയാം, അല്ലേ? പിന്നെ അയാൾ അങ്ങനെ ഒരു കഥാപാത്രം സൃഷ്ടിക്കപ്പെടുന്നത് ആദ്യം ആ കഥാപാത്രം മനസ്സിൽ വരുന്ന ഒരു തിരക്കഥാകൃത്തിന്റെ മനസ്സിനകത്താണ്. തിരക്കഥാകൃത്ത് ഡെവലപ്പ് ചെയ്തെടുത്ത് കൊണ്ടുവരുന്ന ഒരു കഥാപാത്രത്തെ പിന്നെ സംവിധായകൻ മോൾഡ് ചെയ്യണമെന്ന്. സംവിധായകൻ മോൾഡ് ചെയ്തിട്ട് അതിനെ പിന്നെ രൂപം ഉണ്ടാക്കി റെഡിയാക്കി അയാളുടെ ശരീരത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നീ അത് ചെയ്തോ, ക്യാമറ ഇടുമ്പോൾ നീ അത് ചെയ്തോ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ കഥാപാത്രം എന്ന് പറയുന്നത് രൂപം കൊള്ളുന്നതും ജനിക്കുന്നതും തിരക്കഥാകൃത്തിന്റെ മനസ്സിൽ, തിരക്കഥാകൃത്തയുടെ പേനയുടെ തുമ്പിൽ നിന്ന് വളർന്നു വരുന്നു. അത് കഴിഞ്ഞ് ഡയറക്ടർ മോൾഡ് ചെയ്ത് അതിൻ്റെ ക്യാമറമാൻ എല്ലാം കൂടെ അതിന് ആവശ്യമായ ലൈറ്റിങ്ങും മറ്റും കൊടുത്ത് അയാൾക്ക് ഗംഭീരമായി ഇങ്ങനെ ചലിച്ചാലും ഗംഭീരമായിട്ട് നമ്മൾ തോന്നുന്നത്. വെറുതെ ഇങ്ങനെ ആക്കിയാൽ മതി. നമ്മൾ വിചാരിക്കും മറ്റൊരുത്തൻ 2-3 തെറിച്ച് വിടുന്നതാണ് കാണുന്നത്. ഇയാളൊന്നും ചെയ്യുന്നില്ല. ഞാനത് പറയുന്നുണ്ട്, വേറൊന്നുമല്ല. പക്ഷെ നമുക്കത് ഇഷ്ടമാണ്. നമുക്കത് കാണാം. നമ്മൾ എന്തുകൊണ്ട് അവരെ ആരാധിക്കും എന്ന് പറഞ്ഞാൽ, നമുക്ക് ചെയ്യാൻ കഴിയാത്തത് അയാൾ ചെയ്യുമ്പോൾ, നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിപ്പോൾ അത് നടക്കണമെന്ന് ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും. നമുക്ക് വെറുതെ ആഗ്രഹിക്കാനേ പറ്റൂ. പക്ഷെ അവർ ചെയ്ത് കാണിക്കുന്നു. സിനിമയിലാണെങ്കിൽ പോലും ഡയറക്റ്റായിട്ട് പറ്റൂല. അതുകൊണ്ട് നമ്മൾ അവർ ഫാൻസ് ആവുന്നു. അതവിടെ ഇരുന്നോട്ടെ. ഇനി ഫാൻസിന്റെ കാര്യം അതുകൊണ്ടാണ്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലു അർജുൻ ഈ തിയേറ്ററിൽ, സന്ധ്യ തിയേറ്ററിൽ, ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ വരുമ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. അയാള് റെഗുലർ പറയുന്ന പോലെ അയാളാണോ എൻ്റെ ഉത്തരവാദി, അയാൾക്ക് അതങ്ങനെ, അയാളെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്, അയാൾ എന്തിനാണ് പ്രതിയാക്കുന്നത്, അയാളാണോ കൊന്നത്, അയാൾ അവിടെ വന്നതല്ലേ, അയാൾ വന്നപ്പോൾ അയാളെ കാണാൻ വേണ്ടി വന്നതല്ലേ, കാണാൻ വേണ്ടി വന്നപ്പോൾ ഒരു തള്ളുണ്ടായതല്ലേ എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവം. ചേട്ടാ, ഞാൻ ചോദിച്ചത് ഓരോ പ്രേക്ഷകർക്കും ചോദിക്കാനുള്ള. അതെ, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രേക്ഷകരോട് ചോദിക്കുന്നത്. രഹല പറയുന്നത് പ്രേക്ഷകരോടും പറയുന്നത്. അവിടെ അല്ലു അർജുൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ പറയുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഫാൻസുകളുള്ള ഒരു താരമാണ്. ആ താരം ഇപ്പോൾ ഹൈദരാബാദിൽ മാത്രമല്ല കേരളത്തിൽ വന്നാൽ ഇത് തന്നെയായിരിക്കും സംഭവം, കൊച്ചിയിൽ വന്നാൽ ഇത് തന്നെയായിരിക്കും സംഭവം. അങ്ങനെ കൊച്ചിയിൽ വന്ന് വലിയ സംഭവം ഉണ്ടായി, അവിടെ വലിയൊരു തിരക്കും മോളൊക്കെ ഉണ്ടായി. പക്ഷേ അല്ലു അർജുനെ പോലുള്ള ആ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അയാൾക്കറിയാം അയാൾക്കുള്ള ഫാൻസുകൾ എന്താണ്, അയാൾ വന്ന് കൂടുന്നിടത്ത് എന്തുമാത്രം ആൾക്കാർ വന്ന് കയറും, വല്ലാതെ അവർ വന്ന് പൊതിയുമെന്ന് അയാൾക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതായിരുന്നു. അത് അയാളുടെ മുൻകരുതലല്ല എടുക്കേണ്ടത്. അയാൾ വന്നത് അയാളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം, അയാളുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനെ കൊണ്ട് വന്നു. അത് അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അയാൾ ആലോചിക്കേണ്ടിയിരുന്നത് അയാളെ ഇങ്ങനെ ആക്കുന്നത് ആരാധകരാണ്. അവരെ സംരക്ഷിക്കണമായിരുന്നു. അവരെ സംരക്ഷിക്കാൻ അയാൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ചുക്കും ചെയ്തില്ല. തിയേറ്റർ ഉടമകൾക്കും ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറയുന്നത് തിയേറ്റർ ഉടമകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഏറ്റവും അധികം ഉത്തരവാദിത്തം ഉള്ളത് തിയേറ്റർ ഉടമകൾക്കെതിരെ കേസ് എടുക്കുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനുള്ള എല്ലാ അവരോട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അവരും പ്രതികളാക്കിയിട്ടുണ്ട്. പക്ഷേ അല്ലു അർജുനെ സംബന്ധിച്ചിടത്തോളം അല്ലു അർജുൻ ഇത്രയും വലിയൊരു ആരാധകരുള്ള സ്ഥലത്ത് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വന്നിറങ്ങാൻ പാടില്ല. അയാൾക്ക് ഒരു 10-50 പ്രൊട്ടക്ഷൻ, അയാളെ ശരീരം മാത്രം സംരക്ഷിക്കുന്ന തരത്തിൽ ഒരു വളയം സൃഷ്ടിച്ചുകൊണ്ട് അയാൾ വരുമ്പോൾ സംഭവിച്ചത്, ഒന്ന്, അയാൾ നേരത്തെ പോലീസിനെ അറിയിക്കുകയോ പിന്നെ തിയേറ്ററുകാർ പോലീസിനെ അറിയിക്കുകയോ, ഇവിടെ ഒരു നിയമ സംവിധാനമൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പോലീസിനെ കുറിച്ച് അവർക്ക് പ്രത്യേകമായ അവർ ചില നിർദ്ദേശങ്ങൾ കൊടുക്കും. ഇങ്ങനെ ഒരാൾ വരുമ്പോൾ അയാൾ എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് എത്തേണ്ടത്, എങ്ങനെയാണ് തിയേറ്ററിൽ കയറേണ്ടത്, ഏതിലെ കൂടെ കയറണം എന്ന് പോലീസ് ഒരു പ്രത്യേക ഒരു ഇതെടുക്കും. ആ ഒരു പ്രൊട്ടക്ഷൻ പാതയിൽ കൂടി മാത്രമേ അയാൾക്ക് പോകാൻ പറ്റൂ. കാരണം അത്ര ജനങ്ങൾ വന്ന് ഇടിച്ചു കയറുന്നതാണ്. ഈ പറയുന്ന പിന്നെ ഈ സന്ധ്യയും ഭർത്താവ് ഭാസ്കറും മകൻ ശ്രീ തേജ് അല്ലേ, എന്തു ഭാസ്കർ അല്ലെ, സന്ധ്യ അല്ല, സോറി, സന്ധ്യ തിയേറ്ററിൽ വരുന്ന രേവതിയും, സന്ധ്യ തിയേറ്ററിലെത്തിയ രേവതിയും ഭാസ്കറും ഈ ശ്രീ തേജ് എന്നുള്ള പയ്യൻ, അതിനാണ് ഇപ്പോൾ 2 പേര് മരിച്ചു. 9 വയസ്സായൊരു മകൻ, പിന്നെ കൂടാതെ 7 വയസ്സായൊരു മകൻ ഉണ്ടായിരുന്നു, ഒരു സാഗർ എന്നോ എന്തോ പേരുന്ന ഒരു പയ്യനും ഉണ്ടായിരുന്നു.
ഇവര് സിനിമ കാണാൻ വന്നതാണ്. സിനിമ കാണാൻ വന്നപ്പോൾ അല്ലു അർജുൻ അവിടെ വരുന്ന പ്രൊമോഷന്റെ ഭാഗമായിട്ട്, അയാളെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആൾക്കാരെ ഇളക്കി മറിച്ചൊരു ഒരു ഒരു വല്ലാത്ത ഒരു സമുദ്രം ഉണ്ടാക്കിയെടുക്കണം. അത് ഒരു തിയേറ്ററിന്റെ ഒരു പിന്നെ പ്രൊമോഷന്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ പ്രൊമോഷന് വേണ്ടി അവിടെ വരുമ്പോൾ കൃത്യമായിട്ടും അയാൾ പാലിക്കേണ്ട പിന്നെ ഒരു മുൻകരുതൽ എടുത്തിട്ടില്ല, പോലീസിനെ അറിയിച്ചിട്ടില്ല. അയാൾക്ക് ഈ ജനങ്ങളുടെ കൂടെ ഇങ്ങനെ ഇറങ്ങരുത്, നമുക്ക് പിന്നെ പൊളിറ്റിക്സ് ചിലപ്പോൾ ചോദിക്കാം പൊളിറ്റിക്സുകാർ ഇങ്ങനെ റോഡ് ഷോ നടത്തുന്നില്ലേ ആൾക്കാർ, പക്ഷെ അതെല്ലാം വളരെ പ്ലാൻ ചെയ്ത് നേരത്തെ പോലീസൊക്കെ പറഞ്ഞ് അതനുസരിച്ചിട്ട് അവർ തിരഞ്ഞെടുപ്പ് വരുമ്പോഴോ യോഗം വരുമ്പോഴോ സമ്മേളനം വരുമ്പോഴോ നടത്തുന്നു. പക്ഷെ അവരെല്ലാം എന്ന് പറയുന്നത് ഈ നേതാവിനെ കാണാൻ വേണ്ടി ഇടിച്ചു കയറുന്നവരാണ്, നേതാവിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കാൻ പോകുന്നവരാണ്. അവരൊരിക്കലും നേതാവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഇടിച്ചു കയറില്ല. പകരം അപ്പുറം ഇപ്പുറം നിന്ന് കൈവീശുമെങ്കിലും ഈ കൂടെ പോകുന്നവരെല്ലാം ഇയാളെ കൊണ്ടുപോകുന്നതാണ്. ഇതല്ല, ഈ വന്നവർ മുഴുവനും ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഇടിച്ചു കയറിയവരാണ്. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ ടീമിൽപ്പെട്ടവർ എന്ത് ചെയ്യുന്നറിയാമോ, ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പ്രൊട്ടക്ഷൻകാർ എല്ലാവരെയും തള്ളി പുറകോട്ട് നീക്കി. ഒരു തള്ളലിൽ ഒരു 5 പേരെ നമ്മൾ പുറക്കോട്ട് തള്ളുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് വല്ലാതെ 5 അങ്ങോട്ട് ഭയങ്കരമായിട്ട് തള്ളും. അപ്പൊ ഇവരിങ്ങനെ റൗണ്ട് നിന്നുകൊണ്ട് ചുറ്റിനും തള്ളിയപ്പോൾ അത്രയ്ക്ക് ജനം പുറകോട്ട് മറിഞ്ഞ് സ്വാഭാവികമായിട്ട് വീണും ഞെരുക്ക് വരും, ചവിട്ടിൽപ്പെട്ട മരിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അല്ലു അർജുന് തന്നെയാണ്. അല്ലു അർജുൻ്റെ എതിരിൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്സ് മാത്രമല്ല, പൊളിറ്റിക്സ് ഉണ്ടായിരിക്കാം ഒരു പക്ഷേ, അവിടുത്തെ മുഖ്യമന്ത്രിയുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ കേൾക്കുന്നുള്ളൂ, അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ അത്തരം കാര്യങ്ങളിൽ വളരെ ഉത്തരവാദിത്വം പിന്നെ അല്ലു അർജുന് കാണിക്കണമായിരുന്നു. ഒരു നടൻ എന്നുള്ള നിലയിൽ പിന്നെ ആ തിയേറ്ററുകാരും അതിൻ്റെ ഉത്തരവാദിത്വം കാണിക്കണമായിരുന്നു. തിയേറ്ററിനകത്ത് അയാൾക്ക് പോകാൻ വേണ്ടി ഒരു പ്രത്യേക വഴി ഉണ്ടാക്കണമായിരുന്നു, ഒരു കോറിഡോർ ഉണ്ടാക്കണമായിരുന്നു താൽക്കാലികമായിട്ടാണെങ്കിലും. ഇങ്ങനെ പോലീസ് പ്രൊട്ടക്ഷൻ നിർത്തി ആളിനെ നിർത്തി ഒരു ആരാണ് തള്ളിക്കയറായിരിക്കും ഒരു പ്രത്യേക വഴി ഉണ്ടാക്കിയിട്ട് അതുവഴി തിയേറ്ററിന്റെ മുകളിൽ പോയിട്ട് അവിടെ നിന്നുകൊണ്ട് അഭിവാദ്യം ചെയ്യാമായിരുന്നു. സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാവരും. ഇത് അദ്ദേഹം കുറേ ആൾക്കാരിലേക്ക് ഇടിച്ചു കയറുന്നു, അദ്ദേഹത്തിന് മാത്രം പ്രൊട്ടക്ഷനിൽ ആൾ വരുന്നു. പ്രൊട്ടക്ഷൻകാർ വന്നെല്ലാം 4 വാക്കിന് വലിച്ച് അയാളെ ശരീരത്തിൽ തള്ളാൻ പോയപ്പോൾ എല്ലാവരും തള്ളി മാറ്റി അയാളെ മാറ്റുന്നു. ഇത് വലിയൊരു സാമൂഹ്യ വിപത്തായിട്ട് മാറിയത്. കാരണം അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ മരിക്കാൻ വന്നത്. അപ്പോൾ ഒരു ജീവൻ, അല്ലു അർജുൻ്റെ ജീവനെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അയാളെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അയാളെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ടീം പ്രവർത്തിച്ചതുപോലെ തൊട്ടപ്പുറത്ത് ഒരു കുടുംബമാണ് പിന്നെ ഇയാളുടെ സിനിമ കാണാൻ വന്നത്. കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഇയാളെ സിനിമ കാണാൻ വന്നവരാണ്. അവരാണ് ഈ ജനങ്ങളുടെ ഇടയിൽപ്പെട്ട് മരിക്കുന്നത്. ഒരു അമ്മ, പിന്നെ ഒരു മകൻ, 2 പേര് മരിക്കുന്നു. 9 വയസ്സായ മകനും ഒരു യുവതിയും. അവർ ജോലിയൊക്കെ ഉള്ള എന്തോ ആണ്, നല്ലൊരു കുടുംബമാണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് പിന്നെ ഈ ഫാൻസുകളുടെ ഒരു തള്ളിക്കയറ്റത്തിൽ അത് അയാൾക്കെതിരെ ആ ഫാൻസ് ഉള്ളത് കൊണ്ടാണ് രഹലയ്ക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയത് അയാളെ കേസെടുത്തപ്പോൾ. അത് ഞാൻ മാത്രമല്ല, ഇപ്പൊ സാധാരണക്കാരായ ഏതൊരു മനുഷ്യനും ചോദിക്കാൻ മനസ്സിൽ വെച്ച ഓരോ ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. ആയിക്കോട്ടെ, അത് ചോദിക്കാൻ വേണ്ടി വന്നത്. സമ്മതിച്ചു, അവരുടെയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക, ഫാനുകൾ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ താല്പര്യം, നിങ്ങൾക്ക് ആര് വേണോ ഫാനായിട്ട് കൊണ്ട് നടക്കാം, നിങ്ങൾക്ക് ആരാധിക്കാം, പിന്നെ പൂജിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ രണ്ട് മനുഷ്യജീവനുകൾ പൊലിഞ്ഞ ഒരു സംഭവമാണ്. ഒരിക്കലും നേരത്തെ അറിയിക്കാതെ ഇത് എവിടത്തെയും കേരളത്തിൽ എന്നല്ല എവിടത്തെയും ഒരു പിന്നെ സ്റ്റാറുകൾക്ക്, സിനിമാ സ്റ്റാറുകൾക്കായിരുന്നാലും അല്ലെങ്കിൽ അതുപോലത്തെ സെലിബ്രിറ്റീസ് ആരായിരുന്നാലും അവർക്കെല്ലാം ഇതൊരു പാഠമാണ്. അവരുടെ ഈ ഫാൻസുകളെ വളർത്തി ഒരു ആവേശം ഉണ്ടാക്കി, നാളെ പത്രങ്ങളിലെല്ലാം വലിയ ചാനലിലെല്ലാം വലിയ വാർത്ത ഉണ്ടാക്കി, അത് ആ സിനിമയ്ക്ക് വലിയ പ്രൊമോഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ രണ്ട് ജീവനാണ് പൊലിഞ്ഞൊരു 9 വയസ്സായ അവന്. 9 വയസ്സായ കുട്ടിക്ക് ജീവിതം എന്തറിയാം, അവൻ എന്തായി, അവനങ്ങോട്ട് ജീവിതം തുടങ്ങിയിട്ടില്ല. അവൻ ഈ ഫാൻസുകളുടെ ബഹളത്തിൽപ്പെട്ട് മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഫാൻസുകളെ കുറിച്ച് എന്ത് പറയുന്നു? ആ ഫാൻസുകളാണ് ചവിട്ടി കൊന്നത്. നിങ്ങൾ ഈ പറഞ്ഞ ഫാൻസുകളുണ്ടല്ലോ, ആ ഫാൻസുകളാണ് ഈ പാവം 9 വയസ്സായ പയ്യന് പിന്നെ ശ്വാസം മുട്ടിച്ച് ചവിട്ടി കൊന്നത്. അവൻ കോമയിലായിരുന്നു അന്ന് മുതൽ ഏകദേശം 1.5 ആഴ്ച അവൻ കോമയിലായിരുന്നു. ബോധം വന്നിട്ടേ ഇല്ല. 2 പേർക്കും ബോധം പോയി. അവിടെ 2 പേർക്കും ബോധം പോയി. മറ്റു 2 പേരും ഗുരുതരമായെങ്കിലും അവരെങ്ങനെ രക്ഷപ്പെട്ടു. 2 പേര് ആ ചികിത്സയെ കഴിഞ്ഞ് രക്ഷപ്പെട്ടു. അങ്ങനെ എത്ര പേര് ഇപ്പം ഈ 2 പേര് മരിച്ചുകൊണ്ടാണ്. പക്ഷെ അതുപോലെ എത്രയോ പേർക്ക് ബുദ്ധിമുട്ടുണ്ടായി, എത്ര പേർക്ക് ചവിട്ടേറ്റു, എത്ര പേര് ചികിത്സയിലായി. അപ്പം ഇതെല്ലാം ഫാൻസുകളാണ് ചെയ്തത്.
അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും യഥാർത്ഥത്തിൽ ആ ഫാൻസ് അസോസിയേഷൻ്റെ പേരിലും കൂടെ കേസ് എടുക്കേണ്ടതാണ്. അവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ആളിനെ കൂട്ടിയ ബഹളം കാണിച്ച് അവിടുത്തെ ഫാൻസ് അസോസിയേഷൻ നേതാക്കന്മാർക്കെതിരായിട്ടും കേസ് എടുക്കേണ്ടതാണ്. ഒരുപക്ഷെ അതൊക്കെ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അല്ലു അർജുൻ്റെ സംരക്ഷണം മാത്രം ഉറപ്പാക്കി അയാൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ, അയാളുടെ സ്വകാര്യ പ്രൊട്ടക്ഷനുമായിട്ട് വന്നു. പക്ഷേ ഇത്രയും ജനത്തിനെ താങ്ങാൻ പറ്റാത്ത തരത്തിൽ പോലീസിനെ അറിയിക്കുകയോ വേണ്ടപ്പെട്ട അധികാരി അറിയിക്കുകയോ ചെയ്തിട്ടില്ല. അത് അയാൾ ചെയ്ത ഏറ്റവും തെറ്റാണ്. മാത്രമല്ല ഇനി അവസാനം പറയുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ ഇയാൾ എന്നിട്ട് ഈ തിയേറ്ററിൽ നിന്ന് സിനിമ കാണുകയാണ്. സിനിമ തുടങ്ങി, ബഹളമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സിനിമ തുടങ്ങി. സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ യുവതി അല്ലെങ്കിൽ ഈ രേവതി മരിച്ചു എന്നുള്ള വിവരം പറയുന്നു. എന്നിട്ട് പോലും അയാൾ അവിടെ നിന്ന് ഇറങ്ങിയില്ല. അയാൾ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുകയോ സിനിമ കണ്ടതിന് ശേഷം, കണ്ടു തീർന്നതിന് ശേഷം അവിടെ ചില ആഘോഷങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് അയാൾ പുറത്തു വരുന്നത്. ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളെന്നുള്ള നിലയിൽ അയാൾ ആ ഒരു മാനുഷിക പരിഗണന പോലും ചെയ്തിട്ടില്ല. കാരണം എൻ്റെ സിനിമ കാണാൻ വന്ന എൻ്റെ ഒരു ആരാധിക, എൻ്റെ ആരാധകരുടെ ചവിട്ടേറ്റ് എൻ്റെ ഒരു ആരാധിക മരിക്കുന്നു, ഉത്തരവാദിത്വം എനിക്കാണ്, ഞാൻ ഇനി സിനിമ കാണുന്നില്ല, ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് ഞാനിത് ഇറങ്ങി പോകുന്നു എന്നിട്ട് അയാൾ നേരെ ആശുപത്രി പോവുകയോ മറ്റു നടപടികൾ ചെയ്യുകയോ അല്ലെങ്കിൽ അതെങ്കിലും ആലോചിക്കുകയോ ചെയ്തെങ്കിൽ അതൊരു മനുഷ്യത്വം വേണ്ടതുണ്ടോ? അപ്പോൾ ആ മനുഷ്യത്വം പോലും ഈ അർജുൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അയാളൊരു സിനിമയിൽ കുറേ എന്തൊക്കെയോ അടിയും പിടിയും അമ്പാണത്തിനെ കൊല്ലുന്നു, രണ്ട് കാലും കൈയും കെട്ടിയിട്ടാൽ പോലും വായിൽ കത്തി കടിച്ചു വെച്ചിട്ട് ആൾക്കാരെ അടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളിതൊന്നും ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല, ഭൂമിയിൽ ഒരിക്കലും സംഭവിക്കില്ല. ഇതൊക്കെ നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അതിനെ അമിതമായിട്ട് തന്നെ ആരാധിച്ച് മുന്നോട്ട് പോകരുത്. ആരാധിക്കാതെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അല്ലു അർജുൻ്റെ ഭാഗത്ത് കുഴപ്പമുണ്ട്, കേസെടുക്കേണ്ടത് തന്നെയാണ്. ബാക്കി കാര്യങ്ങൾ അവിടെ ഇതിനകത്തൊരു ഇന്നർ പൊളിറ്റിക്സ് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. അതുണ്ടെങ്കിൽ അത് പിന്നെ പരിശോധിക്കേണ്ടതാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.